ഹലോ, ഈ വീഡിയോ ഇന്നലെ നൈറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിരുന്നു. ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നാളെയും വീഡിയോ വരും. എനിക്ക് എല്ലാ വീഡിയോസും കൂടി ഇങ്ങനെ എഡിറ്റ് ചെയ്തിട്ടാണുള്ളൊരു ചെറിയൊരു ടൈം ലിമിറ്റേഷൻ്റെ ബുദ്ധിമുട്ട് കാരണമാണ് ഇടയിൽ ഇങ്ങനെ കുറച്ച് ലേറ്റ് ആവുന്നത്. ബട്ട് സ്റ്റിൽ ഐ വിൽ അപ്ലോഡ് ഇറ്റ്. നമ്മൾ എങ്ങനെ പോയാലും ഈ 180 ഡേയ്സിൻ്റെ ചാലഞ്ചും നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഈ വെയിറ്റ് ഗെയിനിങ്ങിൻ്റെ വീഡിയോസ് വരുന്നുണ്ട്. ബട്ട് അതിൻ്റെ കൂടെ നമ്മൾ അതും എന്തായാലും കംപ്ലീറ്റ് ചെയ്യും. ആൻഡ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിനകത്തും 365 ഡേയ്സ് ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഐ വിഷ് സോ, ഐ ഹോപ്പ് സോ നടക്കട്ടെ അല്ലേ. സോ ഇതൊരു ഭയങ്കര ഷോർട്ട് വീഡിയോ ആണ്. ഞാൻ ഇന്ന് ഒരു റീൽ ചെയ്തതും ഇതിനെ കുറിച്ചാണ്. ബിക്കോസ് ഇന്ന് May 1st ആണ് അല്ലേ. സോ ഐ ടുക്ക് എ ന്യൂ ഇനിഷ്യേറ്റീവ് ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് ദിസ് മന്ത്, ദാറ്റ് ഈസ് ഹാബിറ്റ് ട്രാക്കർ. നിങ്ങൾക്ക് എത്ര പേർക്ക് ഹാബിറ്റ് ട്രാക്കറിനെ കുറിച്ച് അറിയുന്ന എനിക്കറിയില്ല. മേ ബി എന്നെ കാണുന്ന പലർക്കും യൂസ്ഫുൾ ആയേക്കാം. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഇതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യുമെന്ന ലെവലിൽ. സോ ഐ തോട്ട് സോ ഞാൻ ചെയ്യാന്നുള്ള രീതിയിൽ. ഈ ഹാബിറ്റ് ട്രാക്കർ എന്ന് പറഞ്ഞ സംഭവം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പിൻട്രസ്റ്റിന് ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താൽ മതി, ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഭയങ്കര യൂസ്ഫുൾ ആണ്. ഞാൻ ഇങ്ങനെ ഹാബിറ്റ് ട്രാക്കർ എന്ന രീതിയിൽ ചെയ്തില്ലെങ്കിലും നോട്ടിനകത്ത് ഞാൻ അങ്ങനെ ടിക്ക് ചെയ്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ബട്ട് ഇത് നമുക്ക് കറക്റ്റ് ആയിട്ട് ഇതിനകത്ത് ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾക്ക് ഒരു 10 ഹാബിറ്റ്സ് നോട്ട് ഡൗൺ ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ട മാസം, അതേപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ പേര്, അതേപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യുന്ന ഹാബിറ്റ്സ് വരെ കറക്റ്റായിട്ട് ടിക്ക് ചെയ്ത് പോകാം. അങ്ങനെ 30 ഡേയ്സ് വരെ ഉള്ളതുണ്ട്, 31 ഡേയ്സ് വരെ ഉള്ളതുണ്ട്. പിന്നെ ഇത് ഒരു ഗ്രാഫാണ്, ഒരു ട്രാക്കറാണ്. നിങ്ങൾ ഒരു ദിവസം എന്താ പറയുക എത്ര ഹാബിറ്റ്സ് ചെയ്തു, അതായത് ഇപ്പോൾ 7 എണ്ണമാണെങ്കിൽ ചെയ്തെങ്കിൽ 7ൻ്റെ അവിടെ ടിക്ക് ചെയ്യാം, 8 എണ്ണമാണ് ചെയ്തെങ്കിൽ 8ൻ്റെ അവിടെ ടിക്ക് ചെയ്യാം. അങ്ങനെ നിങ്ങൾ ഒരു ദിവസം എത്ര എണ്ണം ചെയ്തു എന്നുള്ള കാര്യം അവിടെ ടിക്ക് ചെയ്യാം. അങ്ങനെ ഒരു 31 ഡേയ്സ് കഴിയുമ്പോൾ നമുക്ക് എക്സാക്ട് ഒരു ഗ്രാഫ് കിട്ടും. ഈ ഗ്രാഫ് നമുക്ക് എന്ത് മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മോട്ടിവേഷൻ ഉള്ളപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതില്ലാത്തപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെ നമ്മുടെ ഗ്രാഫ് പോകുന്നത്, നമ്മൾ ഏതൊക്കെ ടൈമിലാണ് പീക്കായിട്ട് നമ്മൾ ഓരോ ഹാബിറ്റ്സ് ചെയ്യാനായിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇത് നമുക്ക് മൂഡ് ഓഫ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ലോ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ അത് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ടോ, നമ്മുടെ ഗ്രാഫ് എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് ഓവറായിട്ട് ഞാനിത് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചതാണ് മെയ് മന്തിലോട്ട് ചെയ്യാനായിട്ട്. ഇത് നമ്മൾ ഒരു മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അനലൈസേഷൻ കിട്ടും. അതായത് ഇപ്പം ഞാൻ കഴിഞ്ഞ മാസം ചെയ്തില്ല, ഏപ്രിൽ മന്തിൽ ചെയ്തില്ല. ഞാൻ ഇപ്പം ഏപ്രിൽ മന്ത് തിരിഞ്ഞ് നോക്കുന്ന സമയത്ത് ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ടാവും, ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നല്ലോ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എന്നാലും ഒരു കറക്റ്റ് നമുക്കൊരു ഓവർവ്യൂ കിട്ടണമെന്നില്ല, എത്രയൊക്കെ മൈൻഡിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. പക്ഷെ ഞാൻ മെയ് മന്തിൽ ഇത് പ്രോപ്പറായിട്ട് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജൂൺ മന്ത് അതിൻ്റെ അടുത്ത മാസത്തോട്ടും കുറച്ചും കൂടി ഇതിനെ ബെറ്റർ ആക്കാനായിട്ട് ഒരു ബ്രെയിൻ ഒരു ത്വരയുണ്ടാവും. ഇതിനേക്കാളും നല്ല രീതിയിൽ കുറച്ചുകൂടി കൊണ്ടുപോകുന്നുള്ള കാര്യം ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു മെസ്സേജ് തരും. കാരണം ഇത് കാണുന്ന സമയത്ത് നമുക്കൊരു ഡോപ്പമൈൻ ലെവൽ ഇൻക്രീസ് ആവും, കുറച്ച് നല്ല രീതിയിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. ഇനി സപ്പോസ് പോയിട്ടില്ല എന്ന് വിചാരിച്ചോ, കമ്മിയാണ് ഇങ്ങനെ പോയിരിക്കുന്നു വിചാരിച്ചു, നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഇന്ന കാരണങ്ങളുണ്ടായിരിക്കും, ചിലപ്പോൾ ഇന്നതായിട്ട് ചെയ്തിട്ടുണ്ടാവുക, നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ടോട്ടലായിട്ട് നമുക്കൊന്ന് ഓവറോൾ അനലൈസ് ചെയ്യാനായിട്ട് ഈ ഒരു സാധനം ഭയങ്കര നമ്മൾ യൂസ്ഫുൾ ആണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ ഞാൻ ഇന്നത്തെ റീലും ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഇപ്പോൾ സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ബിസിനസ് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തും നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ ആ ഒരു ചെയ്യുന്ന കാര്യത്തിൽ ഡെയിലി ലൈഫിൽ നിങ്ങൾക്കൊരു കംപ്ലീറ്റ് ഗെയിം ചേഞ്ചർ ആയിരിക്കും ഈ ഒരു ഹാബിറ്റ് ട്രാക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഹാബിറ്റ്സിനകത്ത് നിങ്ങൾക്ക് എല്ലാം ഇൻക്ലൂഡ് ചെയ്യാം. ഞാൻ ഇവിടെ എൻ്റെ സോഷ്യൽ മീഡിയ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, എൻ്റെ പേഴ്സണൽ ലൈഫ് മെഡിറ്റേഷൻ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഫുഡ് കഴിക്കുന്നത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ എൻ്റെ ഒരു ഡെയിലി ലൈഫിൽ എന്നെ കുറച്ചുകൂടി ലെവലപ്പ് ആവാൻ ഹെൽപ്പ് ആക്കുന്ന ഓരോ കാര്യങ്ങളും 3 ലിറ്റർ വെള്ളം കുടിക്കുന്നതൊക്കെ ഞാൻ ഒരു ഹാബിറ്റ് ആയിട്ട് ഇതിനകത്ത് നോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ഹാബിറ്റ്സ് വേണമെങ്കിലും ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഓഫീസിൽ പോകുന്നതാവാം, ഇന്ന ടാസ്ക് ഇന്ന ദിവസം കംപ്ലീറ്റ് ചെയ്യുന്നതാവാം, ഒരു ബുക്ക് റീഡ് ചെയ്യുന്നതാവാം, ഇനി അല്ല വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ ഇത്ര വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന ഇതായിരിക്കാം, അല്ലെങ്കിൽ വർക്ക്ഔട്ട് ചെയ്യുന്നതാണെങ്കിൽ ഒരു ദിവസം 30 മിനിറ്റ്സ് വർക്ക്ഔട്ട് ആവും. എന്ത് വേണമെങ്കിലും നിങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ എന്ത് ഹാബിറ്റ്സ് ആണോ അതിൽ കൂടെ നോട്ട് ചെയ്ത് പോവാം. ഓൾസോ ഹാബിറ്റ്സ് എന്തുകൊണ്ട് ട്രാക്ക് ചെയ്യണം എന്നുള്ളതിന് ഒരു റീസൺ കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ലൈഫിൽ എത്ര വലിയ ചേഞ്ച് വേണമെന്നുണ്ടെങ്കിലും ഒരിക്കലും ആ ഒരു ചേഞ്ച് ഓവർനൈറ്റ് കൊണ്ട് വരുന്നതല്ല. നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾ ചേഞ്ച് ചെയ്യുന്ന ചെറിയ ചെറിയ ഹാബിറ്റ്സ് ആയിരിക്കാം നിങ്ങളുടെ ആ ഒരു വലിയ ചേഞ്ചിലോട്ട് ഒരു ദിവസം എത്തിക്കുന്നുണ്ടാവുക. അതായത് ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങളൊരു 9 മണിക്ക് എണിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ മുന്നേ, അതായത് ഒരു 8 മണിക്ക് എണിക്കാൻ ട്രൈ ചെയ്യുന്ന ആ ഒരു ചെറിയൊരു ഹാബിറ്റ് ചേഞ്ച് ഉണ്ടല്ലോ, അതിൽ വലിയൊരു എഫക്റ്റ് ഉണ്ട് നിങ്ങൾ ആ ഒരു ഗോളിലോട്ട് എത്തിക്കുന്നതിനായിട്ട്. അതേസമയം നിങ്ങൾ ഒട്ടും വെള്ളം കുടിക്കാത്ത വ്യക്തിയാണ്, ഒട്ടും നമ്മളെ നോക്കാത്തൊരു വ്യക്തിയാണ്, പക്ഷെ ഒരു ദിവസം നമ്മൾ കുറച്ച് ദിവസങ്ങൾ ട്രൈ ചെയ്യുകയാണ്, ഒരു ദിവസം 2 ലിറ്റർ വെള്ളം കുടിക്കാൻ, 3 ലിറ്റർ വെള്ളം കുടിക്കാൻ. ആ ചെറിയൊരു ഹാബിറ്റ് ചേഞ്ചിൽ നമ്മുടെ ഒരു എൻറ്റയർ ബോഡി നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ചേഞ്ച് കൊണ്ടുവരും. അല്ലെങ്കിൽ നിങ്ങൾ ഒട്ടും വർക്ക്ഔട്ട് ചെയ്യാത്ത വ്യക്തിയാണ്, ബട്ട് ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് അങ്ങനെ ചെറിയൊരു ഹാബിറ്റ് ഷിഫ്റ്റ് വരുത്തുവാണ്, വർക്ക്ഔട്ട് ചെയ്യുകയാണ്, പ്രോപ്പറായിട്ട് ഹെൽത്തി മീൽ കഴിക്കുകയാണ്, അങ്ങനെ ചെറിയ ഹാബിറ്റ് ഷിഫ്റ്റ്. ഇത് നമ്മൾ വിചാരിക്കുമ്പോൾ ഇതിലിപ്പോൾ എന്താ സംഭവിക്കാനില്ല. ആ ശരിയാണ്, ഒരു ദിവസമോ 2 ദിവസമോ 3 ദിവസമോ ചെയ്തതിൻ്റെ വലിയ മാറ്റമൊന്നും വരില്ല. പക്ഷേ നമ്മളത് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു കാലത്തോളം ഒരു പീരീഡ് ലെവലിലോട്ട് നമ്മൾ ആ ഒരു ഹാബിറ്റ്സ് റിപ്പീറ്റഡ്ലി ചേഞ്ച് ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ഗോളിലോട്ട് ഈ ചെറിയ ഹാബിറ്റ് ചേഞ്ച് ആണ് നിങ്ങൾ എത്തിക്കാൻ പോകുന്നത്. നിങ്ങൾ എത്ര പേര് ആറ്റമിക് ഹാബിറ്റ്സ് കൊണ്ടൊരു ബുക്ക് വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, ഇല്ലെങ്കിൽ പോയി സെർച്ച് ചെയ്ത് നോക്കുക. അവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു ചെറിയ ഹാബിറ്റ് ചേഞ്ചിൽ വരുന്ന വ്യത്യാസം എന്താണെന്നുള്ള കാര്യം. ഒരു 5 AM എണിക്കാൻ ഞാൻ കാണിച്ച ഒരു ഷിഫ്റ്റ് ഞാൻ ഒരിക്കലും പറയില്ല രാവിലെ എണിച്ചുകൊണ്ട് മാത്രം നിങ്ങളുടെ ലൈഫ് അടിപൊളിയാവും എന്നുള്ള കാര്യം. പക്ഷെ ആ ഒരു ഹാബിറ്റ് ചേഞ്ച് ഉണ്ടല്ലോ, അതെൻ്റെ ലൈഫിൽ പല രീതിയിലും പല കാര്യങ്ങളിലും എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വീഡിയോസ് കൺസിസ്റ്റന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാനായിക്കോട്ടെ, അവിടെ ഞാൻ എടുത്ത് കുറച്ചുകൂടി ക്രിയേറ്റിവിറ്റി കൂട്ടിയിടാനായിക്കോട്ടെ, അതായത്
ഒരു ഷിഫ്റ്റ് പല രീതിയിൽ എഫക്ട് ചെയ്യും. അത് നിങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് ആദ്യമൊക്കെ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ടയർഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഗ്രാജുവലി ആ ഒരു ഹാബിറ്റ് ഇങ്ങനെ നമുക്ക് പ്രാക്ടീസ് ആയി വരുന്ന സമയത്ത് നമുക്ക് അത് ആ ഒരു ബോഡിയിൽ വരുന്ന ഒരു ചേഞ്ച് ആയിക്കോട്ടെ, അത് നമുക്ക് ഓരോ സ്ഥലത്തും നിങ്ങൾ ഓഫീസിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഷോപ്പിങ്ങിന് പോകുമ്പോഴായിക്കോട്ടെ, അല്ലെങ്കിൽ വാട്ട് എവർ നിങ്ങൾ ഫ്രണ്ട്സോ അല്ലെങ്കിൽ മീറ്റപ്പിന് പോകുമ്പോഴായിക്കോട്ടെ, വാട്ട് എവർ ആ ഒരു ബോഡിയിൽ വരുന്ന ചേഞ്ച് നിങ്ങൾക്ക് തന്നെ ആ ഒരു പോസിറ്റീവ് ഒരു ഓറ തരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് വേണമെങ്കിൽ ചെയ്യാൻ നിങ്ങൾ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞത് ഇത് ഭയങ്കര ഷോർട്ട് വീഡിയോ ആണ്. ഇതിനകത്ത് ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാനെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ ഒരു ഹാബിറ്റ് ട്രാക്കറിനെ കുറിച്ച് പറയാനായിട്ടാണ് മെയിൻ ആയിട്ട് ഈ വീഡിയോ ചെയ്തത്. ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവും തോന്നുന്നു. ആൻഡ് ഓൾസോ എവിടെ നോക്കിയിട്ടും കിട്ടാത്തവരാണെങ്കിൽ എന്റെ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താൽ മതി, ഞാൻ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്ത് തരാം. സോ യാ, ഇറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ.